ചൈനയിൽ പടരുന്ന HMPV വൈറസ് ബാധയിൽ ഭയപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് വിദഗ്ധർ അറിയിച്ചിരുന്നു. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ മതിയെന്നും കാര്യങ്ങൾ നിയന്ത്രണവിധേയമാണെന്നും ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഹെൽത്ത് സർവീസിലെ ഡോക്ടർ അതുൽ ഗോയൽ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ പിന്തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. HMPVക്ക് ആന്റിവൈറൽ ചികിത്സ നിലവിൽ ലഭ്യമല്ല. അതിനാൽ തന്നെ മുൻകരുതലാണ് പ്രധാനം. സാധാരണ ജലദോഷത്തിന് കാരണമാവുന്ന തരത്തിലുള്ള ഒരു വൈറസ് തന്നെയാണ് ഈ രോഗത്തിനും പിന്നിലുള്ളത്. ചിലപ്പോൾ മാത്രം പനിയുടെ ലക്ഷണങ്ങളിലേക്ക് മാറുമെന്നും ഡോക്ടർ അതുൽ ഗോയൽ വ്യക്തമാക്കി. ലോകം തുടർന്നും ഒരു മഹാമാരിയുടെ പേടിയിലാണ്. COVID-19 ലോകത്തെ പിടിച്ചുലച്ച് 5 വർഷത്തിനിപ്പുറമാണ് HMPV വൈറസ് ചൈനയിൽ പടരുന്നത്. ഏറ്റവും ഒടുവിലായി ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്കയേറുകയാണ്. ബംഗളൂരുവിൽ 8 മാസം പ്രായമുള്ള കുട്ടിയിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. HMPV വൈറസിന്റെ ചൈനീസ് വകഭേദമാണോ ഇതെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ ആശുപത്രിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയിൽ രോഗം കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തിന് ആശങ്ക നൽകുന്നതിൽ ചൈന എന്നും മുൻപന്തിയിൽ തന്നെയാണ്. കോവിഡ് മഹാമാരിയെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ ഇന്നും നിലനിൽക്കവെയാണ് പുതിയ വൈറസ് പടരുന്നത്. COVID-19 HMPV വൈറസുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാകും പലരും. ഉത്തരമിതാ. SARS-CoV-2 വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് COVID-19. HMPV വൈറസും സമാന രീതിയിലാണ് പടരുന്നത്. എല്ലാ പ്രായത്തിലുള്ളവരിലും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ് 2 തരത്തിലുമുള്ള വൈറസും സൃഷ്ടിക്കുന്നത്. ചെറിയ കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറവുള്ളവർ എന്നിവർ അതീവ ജാഗ്രത പുലർത്തണം. രോഗലക്ഷണങ്ങളും സമാനം തന്നെയാണ്. ചുമ, പനി, മൂക്കടപ്പ്, ശ്വാസതടസ്സം എന്നിവയാണ് HMPVയുടെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ തന്നെയാണ് COVID-19 ബാധിച്ചവരിലും പ്രകടമായത്. രോഗം ബാധിച്ചവരിൽ നിന്നാണ് 2 തരത്തിലുമുള്ള വൈറസും പകരുന്നത്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സ്രവം വഴിയും സമ്പർക്കത്തിലൂടെയുമാണ് ഇത് പകരുക. വൈറസുകളുടെ സാന്നിധ്യമുള്ള പ്രതലങ്ങളിലോ വസ്തുക്കളിലോ സ്പർശിക്കുന്നതും വൈറസ് ശരീരത്തിൽ പ്രവേശിക്കാൻ കാരണമാകും. നിലവിൽ ഇതുവരെ HMPV വൈറസിനെതിരെ വാക്സിൻ കണ്ടെത്തിയിട്ടില്ല. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ്. ഇന്ത്യയിൽ ശൈത്യകാലത്ത് സാധാരണ നിലയിലുള്ള വൈറസ് വ്യാപനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്ഥിതിഗതികൾ ദേശീയ ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതിനാൽ തന്നെ സാധാരണ എടുക്കേണ്ട തരത്തിലുള്ള മുൻകരുതലുകളാണ് പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടതും. അതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് വരെ കൈകൾ കഴുകണം. കൈകൾ കഴുകിയതിനു ശേഷം മാത്രം കണ്ണുകൾ, മൂക്ക്, വായ എന്നിവിടങ്ങളിൽ തൊടുക. രോഗം ബാധിച്ചവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. പനിയുടെ ലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കുക. രോഗബാധിതർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. പുതുതായി കണ്ടുപിടിച്ച വൈറസ് അല്ല HMPV വൈറസ്. 2001 ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തുന്നത്. എന്നാൽ 1958 മുതൽ HMPV വൈറസ് വ്യാപകമാണെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.